Dear students, welcome back to the study of solids. പ്രിയപ്പെട്ട കുട്ടികളെ, ഖരാവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. In the previous classes, we have studied the general characteristics of solid state, amorphous and crystalline solids, different types of crystalline solids, crystal lattice and unit cell, 7 crystal systems, 14 Bravais lattices, effective number of particles in different cubic unit cells, close packing in crystals, packing efficiency, and calculations involving unit cell dimensions. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഖരാവസ്ഥയുടെ പൊതു സ്വഭാവങ്ങൾ, അമോർഫസ് ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ സവിശേഷതകൾ, വ്യത്യസ്ത തരം ക്രിസ്റ്റലൈൻ സോളിഡുകൾ, ക്രിസ്റ്റൽ ലാറ്റിസ്, യൂണിറ്റ് സെൽ, 7 തരം ക്രിസ്റ്റൽ സിസ്റ്റങ്ങൾ, 14 തരം ബ്രവൈസ് ലാറ്റിസുകൾ, വ്യത്യസ്ത ക്യൂബിക് യൂണിറ്റ് സെല്ലുകളിലെ ഘടക പദാർത്ഥങ്ങളുടെ എണ്ണം, ക്രിസ്റ്റലുകളിലെ ക്ലോസ് പാക്കിംഗ്, പാക്കിംഗ് എഫിഷ്യൻസി, യൂണിറ്റ് സെൽ ഡയമെൻഷൻസുമായി ബന്ധപ്പെട്ടുള്ള കാൽക്കുലേഷൻസ് തുടങ്ങിയവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻ ഓർഡർ ടു റിവൈസ് ദീസ് ടോപ്പിക്സ് യു ക്യാൻ യൂസ് ദ ലിങ്ക് ഓഫ് പ്രീവിയസ് ക്ലാസ്സസ് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. മുൻ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും കേൾക്കുന്നതിന് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന കഴിഞ്ഞ ലെസണുകളുടെ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ്, ഡിഫക്ട്സ് ഓർ ഡിസോർഡർ ഇൻ ക്രിസ്റ്റൽസ്. ക്രിസ്റ്റലുകളിലെ ഇംപെർഫെക്ഷൻസിനെ പറ്റിയാണ് ഇന്ന് നാം ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇംപെർഫെക്ഷൻസ് ഓർ ഡിഫക്ട്സ് ആർ ഇറഗുലാരിറ്റീസ് ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിലെ ഘടക പദാർത്ഥങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതിലെ വ്യതിയാനങ്ങളെയാണ് ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിഫക്ട്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇഫ് ദ ഡിഫക്റ്റ് ഈസ് എറൗണ്ട് എ പർട്ടിക്കുലർ പോയിൻ്റ് ഓർ ആറ്റം, ഇറ്റ് ഈസ് കാൾഡ് പോയിൻ്റ് ഡിഫക്റ്റ് ഓർ അറ്റോമിക് ഇംപെർഫെക്ഷൻ. ഒരു ഡിഫക്റ്റ് ഒരു നിശ്ചിത ആറ്റത്തിന് അല്ലെങ്കിൽ നിശ്ചിത ബിന്ദുവിന് ചുറ്റും കാണപ്പെട്ടാൽ അതിനെ പോയിൻ്റ് ഡിഫക്റ്റ് അല്ലെങ്കിൽ അറ്റോമിക് ഇംപെർഫെക്ഷൻ എന്ന് വിളിക്കുന്നു. If the defect extends over a wide region in crystal, it is called a lattice defect. ഒരു ഡിഫക്റ്റ് ഒരു ക്രിസ്റ്റലിൽ വ്യാപിച്ച് കാണപ്പെട്ടാൽ അതിനെ ലാറ്റിസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നു. ലാറ്റിസ് ഡിഫക്റ്റ് in an entire row is called a line defect and that in an entire plane is called a plane defect. ഒരു നിരയായി കാണപ്പെടുന്ന ലാറ്റിസ് ഡിഫക്റ്റിനെ ലൈൻ ഡിഫക്റ്റ് എന്നും ഒരു ക്രിസ്റ്റൽ പ്ലെയിനിൽ വ്യാപിച്ചിരിക്കുന്ന ലാറ്റിസ് ഡിഫക്റ്റിനെ പ്ലെയിൻ ഡിഫക്റ്റ് എന്നും വിളിക്കുന്നു. വി ആർ ഓൺലി സ്റ്റഡിയിങ് അബൌട്ട് പോയിൻ്റ് ഡിഫക്ട്സ് ഓർ അറ്റോമിക് ഇംപെർഫെക്ഷൻസ്. പോയിൻ്റ് ഡിഫക്റ്റുകൾ അഥവാ അറ്റോമിക് ഇംപെർഫെക്ഷൻസിനെ പറ്റി മാത്രമാണ് നാം പഠിക്കാൻ പോകുന്നത്. പോയിൻ്റ് ഡിഫക്ട്സ് ആർ മെയിൻലി ഓഫ് 3 types: സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്ട്സ്, നോൺ സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്ട്സ് ആൻഡ് ഇംപ്യൂരിറ്റി ഡിഫക്ട്സ്. പോയിൻ്റ് ഡിഫക്റ്റുകൾ പ്രധാനമായി 3 തരത്തിലുണ്ട്: സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്റ്റുകൾ, നോൺ സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്റ്റുകൾ, ഇംപ്യൂരിറ്റി ഡിഫക്റ്റുകൾ. ഫസ്റ്റ് ഓൺ സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്ട്സ്. പോയിൻ്റ് ഡിഫക്ട്സ് വിച്ച് ഡു നോട്ട് ഡിസ്റ്റർബ് ദ സ്റ്റോഷ്യോമെട്രി ഓഫ് സോളിഡ്സ് ആർ കാൾഡ് സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്ട്സ്. ഒരു ക്രിസ്റ്റലിൻ്റെ സ്റ്റോഷ്യോമെട്രിയെ അഫക്റ്റ് ചെയ്യാത്ത ഡിഫക്റ്റുകളാണ് സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്ട്സ്. ഇറ്റ് ഒബെയ്സ് the law of constant composition, that is, the constituent particles are in stoichiometric ratio. ഇത്തരം പോയിൻ്റ് ഡിഫക്റ്റുകൾ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ ഒബേ ചെയ്യുന്നു. അതായത് ഇത്തരം ഡിഫക്റ്റുള്ള ക്രിസ്റ്റലുകളിൽ ഘടക പദാർത്ഥങ്ങൾ തമ്മിലുള്ള അനുപാതത്തിന് വ്യതിയാനം വരുന്നില്ല. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഇൻട്രിൻസിക് ഡിഫക്റ്റ് ഓർ തെർമോഡൈനാമിക് ഡിഫക്റ്റ്. ഇതിനെ ഇൻട്രിൻസിക് ഡിഫക്റ്റ് അഥവാ തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്നും വിളിക്കുന്നു. സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്ട്സ് ആർ ബേസിക്കലി ഓഫ് 2 types: വാക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. വാക്കൻസി ഡിഫക്റ്റ്, ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്നിങ്ങനെ 2 തരം അടിസ്ഥാന സ്റ്റോഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്റ്റുകളുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. വാക്കൻസി ഡിഫക്റ്റ് arises due to the absence of some particles. That is, some of the lattices are vacant. It decreases the density of solid. It may develop when substance is heated. ചില ഘടക പദാർത്ഥങ്ങളുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് വാക്കൻസി ഡിഫക്റ്റ്.
ഇതിനാൽ ചില ലാറ്റിസ് സൈറ്റുകൾ വാക്കൻ്റായി മാറുന്നു. വാക്കൻസി ഡിഫക്റ്റ് ഒരു സോളിഡിൻ്റെ ഡെൻസിറ്റി കുറയ്ക്കുന്നു. ഒരു പദാർത്ഥത്തെ ചൂടാക്കുമ്പോൾ വാക്കൻസി ഡിഫക്റ്റ് ഉണ്ടാകാം. ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സം പാർട്ടിക്കിൾസ് അറ്റ് ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്സ്. ഇറ്റ് ഇൻക്രീസ് ദ ഡെൻസിറ്റി ഓഫ് സോളിഡ്. ചില ഘടക പദാർത്ഥങ്ങൾ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റുകളിൽ അഥവാ വോയിഡുകളിൽ കാണപ്പെടുന്നതാണ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിന് കാരണം. ഇത് സോളിഡിൻ്റെ ഡെൻസിറ്റിയെ വർദ്ധിപ്പിക്കുന്നു. ഇൻ അയോണിക് സോളിഡ്സ് ഫോർ മെയിൻറ്റെയിനിങ് ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി ദീസ് ഡിഫക്ട്സ് ആർ ഷോൺ ആസ് ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ ഡിഫക്ട്സ്. അയോണിക ഖരവസ്തുക്കളിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി ഈ ഡിഫക്റ്റുകൾ ഷോർട്ട് കീ ഡിഫക്റ്റ്, ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നിങ്ങനെ കാണപ്പെടുന്നു. കമ്പാരിസൺ ബിറ്റ്വീൻ ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റ്, ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നിവ നമുക്ക് താരതമ്യം ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഒന്നാമതായി ഷോർട്ട് കീ ഡിഫക്റ്റ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. തുല്യ എണ്ണം കാറ്റയോണുകളും ആനയോണുകളും ആബ്സെൻ്റ് ആകുന്നതാണ് ഇതിന് കാരണം. ഇറ്റ് ഈസ് എ വാക്കൻസി ഡിഫക്റ്റ്. ഇത് ഒരു വാക്കൻസി ഡിഫക്റ്റ് ആണ്. ഇറ്റ് ഡിക്രീസ് ദ ഡെൻസിറ്റി ഓഫ് സോളിഡ്. സോളിഡിൻ്റെ ഡെൻസിറ്റിയെ കുറയ്ക്കുന്നു. It is shown by ionic compounds having high coordination number and ions of almost a similar size. കാറ്റയോണിനും ആനയോണിനും ഏകദേശം തുല്യ വലിപ്പമുള്ള ഉയർന്ന കോർഡിനേഷൻ നമ്പറുള്ള കോമ്പൗണ്ടുകളാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത്. എക്സാമ്പിൾ NaCl, KCl, സീഷ്യം ക്ലോറൈഡ്, AgBr, സിൽവർ ബ്രോമൈഡ്. സെക്കൻഡ് വൺ ഈസ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. It is due to the dislocation or misplacing of cation to an interstitial site. കാറ്റയോണുകൾ അതിരിക്കേണ്ട ക്രിസ്റ്റൽ ലാറ്റിസിലെ പൊസിഷനിൽ നിന്ന് മാറി ഇടയ്ക്കുള്ള സ്ഥലത്ത് വരുന്നതാണ് ഫ്രങ്കൽ ഡിഫക്റ്റിന് കാരണം. ഇറ്റ് ഈസ് എ വാക്കൻസി ഡിഫക്റ്റ് അറ്റ് ഇറ്റ്സ് നോർമൽ സൈറ്റ് ബട്ട് ആൻ ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് അറ്റ് ഇറ്റ്സ് ന്യൂ പൊസിഷൻ. ഇത് ഒരേ സമയം തന്നെ വാക്കൻസി ഡിഫക്റ്റുമാണ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റുമാണ്. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഡെൻസിറ്റി ഓഫ് സോളിഡ്. ഇത് സോളിഡിൻ്റെ ഡെൻസിറ്റിക്ക് മാറ്റം വരുത്തുന്നില്ല. ഇറ്റ് ഈസ് ഷോൺ ബൈ അയോണിക് കോമ്പൗണ്ട്സ് ഹാവിങ് ലോ കോർഡിനേഷൻ നമ്പർ ആൻഡ് കാറ്റയോൺ സ്മോളർ ദാൻ ആനയോൺ. എക്സാമ്പിൾ സിങ്ക് സൾഫൈഡ്, സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ് ആൻഡ് സിൽവർ അയഡൈഡ്. ചെറിയ കാറ്റയോണുകളും താഴ്ന്ന കോർഡിനേഷൻ നമ്പറും ഉള്ള കോമ്പൗണ്ടുകളാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത്. One important point to remember is AgBr shows both short key and ഫ്രങ്കൽ ഡിഫക്ട്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും കാണിക്കുന്ന ഒരു സംയുക്തമാണ് AgBr, നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്ട്സ്. പോയിന്റ് ഡിഫക്ട്സ് വിച്ച് അഫക്റ്റ് ദ സ്റ്റോഷിയോമെട്രി ഓഫ് സോളിഡ്സ് ആർ കാൾഡ് നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്ട്സ്. ഇറ്റ് ഡസ് നോട്ട് ഒബേ ദ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. That is, the constituent particles are in non-stoichiometric ratio. ഒരു ക്രിസ്റ്റലിൻ്റെ സ്റ്റോഷിയോമെട്രിയെ അഫക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഡിഫക്റ്റുകളാണ് നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്ട്സ്. ഇവ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ ഒബേ ചെയ്യുന്നില്ല. അതായത് ഇവയുടെ ഘടക പദാർത്ഥങ്ങൾ തമ്മിൽ നോൺ സ്റ്റോഷിയോമെട്രിക് അനുപാതത്തിൽ കാണപ്പെടുന്നു. ദീസ് ആർ ഓഫ് ടു ടൈപ്സ്: മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. നോൺ സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റുകൾ രണ്ട് തരത്തിലുണ്ട്: മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. ഫസ്റ്റ് വൺ ഈസ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് മേ അറൈസ് ഡ്യൂ ടു ആനയോൺ വാക്കൻസി ഓർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. ഇത്തരം ഡിഫക്റ്റ് രണ്ട് തരത്തിലുണ്ടാകാം: ആനയോൺ വാക്കൻസി കാരണവും ഒരു കാറ്റയോൺ അധികമായി വരുന്നത് കാരണവും മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാകാം. First one is metal excess defect due to anion vacancy. In this type of defect, a negative ion is missing from its lattice. This creates a hole or vacancy. This hole is occupied by an electron to maintain electrical neutrality. The anion vacancy occupied by electron is called F center, which means color center, because excitation of the electron by absorbing energy from visible region produce characteristic color. ഒന്നാമത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വാക്കൻസി. ഇത്തരം ഡിഫക്റ്റിൽ ഒരു നെഗറ്റീവ് അയോൺ അതിൻ്റെ
ലാറ്റിസ് പൊസിഷനിൽ നിന്നും നഷ്ടമാകുന്നു. ഇത് ഒരു ഹോൾ അല്ലെങ്കിൽ വാക്കൻസിയെ ഉണ്ടാക്കുന്നു. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി ഈ വാക്കൻസിയിൽ ഒരു ഇലക്ട്രോൺ കാണപ്പെടുന്നു. ഇത്തരത്തിൽ ഇലക്ട്രോൺ കാണപ്പെടുന്ന ആനയോൺ വാക്കൻസികളെ അല്ലെങ്കിൽ ഹോളുകളെ എഫ് സെൻറ്റർ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ അർത്ഥം കളർ പ്രൊഡ്യൂസിങ് സെൻറ്റർ എന്നാണ്. ഇലക്ട്രോണുകൾ വിസിബിൾ റീജിയനിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്യപ്പെടുന്നതാണ് ഇത്തരം ക്രിസ്റ്റലുകളിൽ കളർ ഉണ്ടാകാനുള്ള കാരണം. ഉദാഹരണങ്ങൾ: ആൽക്കലി ഹാലൈഡ്സ് ലൈക്ക് NaCl, KCl and LiCl show this type of defect. When NaCl is heated in an atmosphere of sodium vapor, the sodium atoms are deposited on the surface of the crystal. The Cl- ions diffuse to the surface of the crystal and combine with the sodium atoms to give NaCl. This happens by loss of electron by sodium atoms to form Na plus ions. The released electrons diffuse into the crystal and occupy anionic sites to form F centers. They impart yellow color to the crystals of NaCl. ആൽക്കലി ഹാലൈഡുകളായ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ലിഥിയം ക്ലോറൈഡ് തുടങ്ങിയവ ഇത്തരം ഡിഫക്റ്റ് കാണിക്കുന്നു. സോഡിയം ക്ലോറൈഡിനെ സോഡിയം വേപ്പറിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കിയാൽ ക്രിസ്റ്റലിൻ്റെ പുറത്ത് സോഡിയം ആറ്റംസ് പറ്റിപ്പിടിക്കുന്നു. ഇവ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി Cl- ചേർന്ന് NaCl ആയി മാറുന്നു. ഈ ഇലക്ട്രോണുകൾ Cl- ഇരുന്ന സ്ഥാനം ഓക്യുപ്പൈ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന എഫ് സെൻറ്ററുകൾ NaCl ക്രിസ്റ്റലിന് മഞ്ഞ നിറം നൽകുന്നു. സിമിലർലി, excess of lithium makes lithium chloride crystals pink and excess of potassium makes potassium chloride crystals violet or lilac. ഇതുപോലെ ലിഥിയത്തിൻ്റെ സാന്നിധ്യം ലിഥിയം ക്ലോറൈഡ് ക്രിസ്റ്റലുകൾക്ക് പിങ്ക് നിറവും പൊട്ടാസ്യം ക്ലോറൈഡ് ക്രിസ്റ്റലുകൾക്ക് വയലറ്റ് നിറവും നൽകുന്നു. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. കാറ്റയോൺ അധികമായി വരുന്നത് മൂലമുണ്ടാകുന്ന മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. In this type of defect, extra cation occupy an interstitial site, and to maintain electrical neutrality, electrons will be present in an adjacent interstitial site. ഇത്തരം ഡിഫക്റ്റുകളിൽ ക്രിസ്റ്റലിൻ്റെ ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷനുകളിൽ അധികമായി കാറ്റയോണുകൾ കാണപ്പെടുന്നു. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി തൊട്ടടുത്തുള്ള മറ്റൊരു ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഇലക്ട്രോണുകളും കാണപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, zinc oxide is white in color at room temperature. On heating, it loses oxygen and turns yellow. ZnO gives Zn2 plus O2 plus 2 electrons. The excess zinc ions move to the interstitial sites and the electrons to the neighboring interstitial sites. ഉദാഹരണത്തിന്, സിങ്ക് ഓക്സൈഡ് ചൂടാക്കിയാൽ മഞ്ഞ നിറമായി മാറുന്നു. ഇതിന് കാരണം സിങ്ക് ഓക്സൈഡ് ചൂടാക്കുമ്പോൾ ഓക്സിജൻ പുറത്തു പോവുകയും 2 ഇലക്ട്രോണുകൾ നഷ്ടമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന Zn2+ അയോണുകൾ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റുകളിലേക്ക് മാറുന്നു. ഇലക്ട്രോണുകളും തൊട്ടടുത്ത ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റുകളിൽ കാണപ്പെടുന്നു. ഈ ഇലക്ട്രോണുകളാണ് സിങ്ക് ഓക്സൈഡിന് മഞ്ഞ നിറം നൽകുന്നത്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ്, കാറ്റയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദെയർ ലാറ്റിസ് സൈറ്റ്സ്. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി, adjacent cations get oxidized. രണ്ടാമത്തേത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇത്തരം ഡിഫക്റ്റുകളിൽ കാറ്റയോൺസ് ലാറ്റിസ് സൈറ്റുകളിൽ ആബ്സെൻ്റ് ആകും. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി തൊട്ടടുത്ത് വരുന്ന ഒരു കാറ്റയോൺ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. അതായത് അതിൻ്റെ പോസിറ്റീവ് ചാർജ് വർദ്ധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, FeO, which is mostly found with a composition Fe.95O. In crystals of FeO, some Fe2+ cations are missing and the loss of positive charge is maintained by the presence of required number of Fe3+ ions. FeO ഇതിനൊരു ഉദാഹരണമാണ്. ഇത് സാധാരണയായി Fe.95O എന്ന ഘടനയോടുകൂടിയാണ് കാണപ്പെടുന്നത്. FeO ക്രിസ്റ്റലിൽ ചില Fe2+ അയോണുകൾ നഷ്ടമാവുകയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി തൊട്ടടുത്ത് വരുന്ന Fe2+ അയോണുകൾ Fe3+ അയോണുകളായി ഓക്സീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ദ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് മേ ഒക്കർ ഡ്യൂ ടു എക്സ്ട്രാ ആനയോൺസ്, ബട്ട് ആസ്
size of anions are larger, it cannot occupy the interstitial site. So such type of defect is not found. ആനിയോണുകൾക്ക് വലിപ്പം കൂടുതലായതിനാൽ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റുകളിൽ അവയ്ക്ക് ഓക്യുപ്പൈ ചെയ്യാൻ കഴിയില്ല. അതിനാൽ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ ആനയോൺ എന്ന ഒരു ടൈപ്പ് ഡിഫക്റ്റ് സാധാരണയായി കാണപ്പെടുന്നില്ല. തേർഡ് വൺ ഈസ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. മൂന്നാമതായി ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. It arises due to the presence of foreign atoms or impurity at the lattice site. ലാറ്റിസ് സൈറ്റുകളിൽ ഒരു ഇംപ്യൂരിറ്റി ആറ്റം കാണപ്പെടുന്നതാണ് ഇത്തരം ഡിഫക്റ്റിന് കാരണം. ഫോർ എക്സാമ്പിൾ, molten NaCl containing small amount of strontium chloride is crystallized. Each Sr2 plus replace 2 Na plus ions and the other site will be vacant. Therefore, number of vacancies will be equal to number of Sr2 plus ions. സ്ട്രോൺഷ്യം ക്ലോറൈഡ് കലർന്ന സോഡിയം ക്ലോറൈഡ് ഉരുകിയ അവസ്ഥയിൽ നിന്ന് സോളിഡാക്കി മാറ്റിയാൽ ഓരോ സ്ട്രോൺഷ്യം അയോൺസും 2 സോഡിയം അയോണുകളെ ആദേശം ചെയ്യുകയും ഒരു Na+ൻ്റെ സൈറ്റ് വാക്കൻ്റായി കാണപ്പെടുകയും ചെയ്യും. ഇവിടെ എത്ര Sr2+ അയോണുകൾ വരുന്നോ അത്രയും തന്നെ വാക്കൻസീസ് അല്ലെങ്കിൽ ഹോളുകൾ ഉണ്ടാകുന്നു. അനദർ വൺ എക്സാമ്പിൾ ഈസ് സോളിഡ് സൊല്യൂഷൻ ഓഫ് CdCl2 ആൻഡ് AgCl. Now we are going to discuss 2 problems related to imperfections in solids. First one is, analysis shows that nickel oxide has the formula Ni98O100. What fraction of nickel exists as Na2+ and Na3+ ions? നിക്കൽ ഓക്സൈഡിൻ്റെ ഫോർമുല Ni98O100 എന്നതാണ്. ഇതിൽ എന്തുമാത്രം Na2+ അയോണുകളും Na3+ അയോണുകളും കാണപ്പെടും? The formula Ni98O100 means for 100 atoms of oxygen there are 98 atoms of nickel. ഈ തന്മാത്രാവാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 100 ഓക്സിജൻ ആറ്റങ്ങൾക്ക് 98 നിക്കൽ ആറ്റങ്ങളാണ് കാണപ്പെടുന്നത്. Let the number of Na2+ be x, then the number of Na3+ will be 98 minus x. ഇതിലെ Na2+ അയോണുകളുടെ എണ്ണം x ആണെന്നിരിക്കട്ടെ. ആകെ 98 നിക്കൽ ആറ്റങ്ങൾ കാണപ്പെടുന്നു. അതിനാൽ Na3+ അയോണുകളുടെ എണ്ണം 98 മൈനസ് x ആയിരിക്കും. Since the compound is electrically neutral, total charge on 98 nickel will be equal to total charge on 100 oxygens. കോമ്പൗണ്ട് വൈദ്യുതപരമായി നിർവീര്യമായതിനാൽ 98 നിക്കലുകളുടെ ആകെ ചാർജും 100 ഓക്സിജനുകളുടെ ആകെ ചാർജും തുല്യമായിരിക്കണം. ദാറ്റ് ഈസ് 2 into x plus 3 into 98 minus x will be equal to 2 into 100. അതായത് Na2+ അയോണുകൾ x എണ്ണമാണ്. അതിനാൽ 2 into x ആയിരിക്കും അവയുടെ ആകെ ചാർജ്. 98 മൈനസ് x ആണ് 3+ ചാർജുള്ള നിക്കലുകളുടെ എണ്ണം. അതുകൊണ്ട് അവയുടെ ആകെ ചാർജ് 3 into 98 മൈനസ് x ആയിരിക്കും. അങ്ങനെ 98 നിക്കലാറ്റങ്ങളുടെ ആകെ ചാർജ് 2x plus 3 into 98 മൈനസ് x. ഇത് 100 ഓക്സിജൻ ആറ്റങ്ങളുടെ ചാർജിന് തുല്യമായിരിക്കണം. 2 into 100 ആയിരിക്കും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 94 എന്ന് കിട്ടും. ഓൺ സിംപ്ലിഫിക്കേഷൻ ഇറ്റ് വിൽ ഗീവ് 94. സോ ഫ്രാക്ഷൻ ഓഫ് Na2+ ഈസ് ഈക്വൽ ടു 94 into 100 divided by 98, that is 96%, and fraction of Na3+ will be 4%. Na2+ൻ്റെ ഘടക ശതമാനമെന്ന് പറയുന്നത് 98 നിക്കൽ ആറ്റങ്ങളിൽ 94 എണ്ണം Na2+ ആണ്. എങ്കിൽ 100ൽ എത്ര? അതായത് 94 ഗുണം 100 ഭാഗം 98, 96% നമുക്ക് ലഭിക്കും. ബാക്കിയുള്ളത് അതായത് 4% Na3+ കാണപ്പെടുന്നു. Another one question. If NaCl is doped with 10⁻³ mole percentage of SrCl2, what is the concentration of cation vacancies? NaCl 10⁻³ മോൾ ശതമാനം SrCl2മായി കൂട്ടിക്കലർത്തിയാൽ ഉണ്ടാകുന്ന കാറ്റയോൺ വാക്കൻസികളുടെ സാന്ദ്രത എത്രയായിരിക്കും? 10⁻³ മോൾ പെർസെൻറ്റേജ് ഓഫ് SrCl2 means 100 moles of NaCl is doped with 10⁻³ moles of SrCl2. We know that 1 Sr2 plus will replace 2 Na plus. So it will create one vacancy. That is
number of vacancies will be equal to number of Sr2 plus ions present in the crystal. So 100 moles of NaCl will contain 10 raised to minus 3 moles of vacancies. Therefore, number of vacancies created in 1 mole of NaCl will be 10 raised to minus 3 divided by 100, that is 10 raised to minus 5 mole. We know that 1 mole will contain Avogadro number of particles. So, number of vacancies in 1 mole NaCl will be 10 raised to minus 5 into 6.022 into 10 raised to 23. That is 6.022 into 10 raised to 18. ഒരു Sr2 പ്ലസ് 2 Na പ്ലസ് അയോണുകളെ ആദേശം ചെയ്യുകയും ഒരു വാക്കൻസി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനാൽ 100 മോൾ NaCl 10 റൈസ് ടു മൈനസ് 3 മോൾ വാക്കൻസികളെ ഉണ്ടാക്കും. 1 മോൾ NaCl ഉണ്ടാക്കുന്ന വാക്കൻസികളുടെ എണ്ണം 10 റൈസ് ടു മൈനസ് 3 ഭാഗം 100 ആയിരിക്കും. അതായത് 10 റൈസ് ടു മൈനസ് 5 മോൾ. നമുക്കറിയാം ഒരു മോളിൽ അവഗാഡ്രോ നമ്പർ ഘടക പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഒരു മോൾ NaClലുള്ള വാക്കൻസിയുടെ എണ്ണം എന്ന് പറയുന്നത് 10 റൈസ് ടു മൈനസ് 5 ഗുണം 6.022 ഗുണം 10 റൈസ് ടു 23 ആയിരിക്കും. അതായത് 6.022 ഇൻറ്റു 10 റൈസ് ടു 18. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഇനി നമുക്ക് ഖരവസ്തുക്കളുടെ വൈദ്യുത സ്വഭാവങ്ങളെപ്പറ്റി പഠിക്കാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് സോളിഡ്സ് റേഞ്ച് ഫ്രം 10 റൈസ് ടു മൈനസ് 20 ടു 10 റൈസ് ടു 7 പെർ ഓം പെർ മീറ്റർ. സോളിഡുകൾ 10 റൈസ് ടു മൈനസ് 20 മുതൽ 10 റൈസ് ടു 7 പെർ ഓം പെർ മീറ്റർ വരെ വിവിധങ്ങളായിട്ടുള്ള കണ്ടക്ടിവിറ്റി റേഞ്ചിൽ കാണപ്പെടുന്നു. ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബേസ്ഡ് ഓൺ ബാൻഡ് തിയറി ഓഫ് സോളിഡ്സ്. ഇതിനെ സോളിഡുകളുടെ ബാൻഡ് തിയറി ഉപയോഗിച്ച് നമുക്ക് വിവരിക്കാവുന്നതാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ദ അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സോളിഡ്സ് ഫോം മോളിക്കുലാർ ഓർബിറ്റൽസ് വിച്ച് ആർ സോ ക്ലോസ് ഇൻ എനർജി ടു ഫോം എനർജി ബാൻഡ്സ്. ബാൻഡ് തിയറി അനുസരിച്ച് സോളിഡുകളിലെ അറ്റോമിക് ഓർബിറ്റൽസ് കൂടിക്കലർന്നുണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റലുകൾ തമ്മിലുള്ള ഈ ഊർജ വ്യത്യാസം വളരെ കുറവായതിനാൽ ഇവ വ്യത്യസ്ത എനർജി ബാൻഡുകളെ ഉണ്ടാക്കുന്നു. There are two types of energy bands. First one is the energy band formed by valence electrons, which are electron occupied highest energy bands and is called valence band. Second one is the energy band formed by the orbitals just above the valence band, that is next higher energy band to valence band, or lowest energy band unoccupied by electrons. It is called conduction band. എനർജി ബാൻഡുകൾ രണ്ട് തരത്തിലുണ്ട്. ഇലക്ട്രോൺ കാണപ്പെടുന്ന ഊർജം ഏറ്റവും കൂടിയ എനർജി ബാൻഡിനെ വാലൻസ് ബാൻഡ് എന്നും ഇലക്ട്രോണുകൾ ഇല്ലാത്ത ഊർജം ഏറ്റവും കുറഞ്ഞ എനർജി ബാൻഡിനെ കണ്ടക്ഷൻ ബാൻഡ് എന്നും വിളിക്കുന്നു. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് കാൾഡ് എനർജി ഗ്യാപ്പ് ഓർ ഫോർബിഡൻ സോൺ. വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്കുള്ള സ്ഥലത്തെ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ സോൺ എന്ന് നാം വിളിക്കുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ബേസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. വൈദ്യുത ചാലകതയുടെ അടിസ്ഥാനത്തിൽ സോളിഡുകളുടെ വർഗീകരണം. ബേസ്ഡ് ഓൺ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി there are three types of solids: conductors, insulators and semiconductors. വൈദ്യുത ചാലകതയുടെ അടിസ്ഥാനത്തിൽ ഖരവസ്തുക്കളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: കണ്ടക്ടറുകൾ, ഇൻസുലേറ്ററുകൾ, സെമി കണ്ടക്ടറുകൾ. ദീസ് ത്രീ ടൈപ്സ് ഓഫ് സോളിഡ്സ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ബാൻഡ് തിയറി. ഈ മൂന്ന് തരം സോളിഡുകളെയും ബാൻഡ് തിയറിയുടെ അടിസ്ഥാനത്തിൽ വിവരിക്കാവുന്നതാണ്. ഇൻ കണ്ടക്ടേഴ്സ് ഓർ ഇൻ മെറ്റൽസ് there is no energy gap between valence band and conduction band. That is, the valence band may be partially filled or it may be overlapped with the conduction band. So, electrons can easily enter into the conduction band and it exhibits good conduction. ചാലകങ്ങളിൽ അഥവാ ലോഹങ്ങളിൽ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്ക് എനർജി ഗ്യാപ്പ് കാണുകയില്ല. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ചേർന്ന് കാണപ്പെടുകയോ ഭാഗികമായി നിറഞ്ഞ വാലൻസ് ബാൻഡ് കാണപ്പെടുകയോ ചെയ്യുന്നു. അതിനാൽ ഇലക്ട്രോണുകൾ വേഗത്തിൽ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രവേശിക്കുകയും നല്ല ചാലകത കാണിക്കുകയും ചെയ്യുന്നു. ഇൻ സെമി കണ്ടക്ടേഴ്സ് ദർ ഈസ് എ സ്മോൾ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. സോ സം ഇലക്ട്രോൺസ് മേ എൻറ്റർ ഇൻ ടു ദ conduction band and a few conduction is
exhibited. സെമി കണ്ടക്ടറുകളിൽ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്ക് ചെറിയ ഒരു എനർജി ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതിനാൽ കുറച്ച് ഇലക്ട്രോണുകൾക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രവേശിക്കുവാനും ചെറിയ ചാലകത കാണിക്കുവാനും സാധിക്കും. ഇൻ ഇൻസുലേറ്റേഴ്സ്, the energy gap between valence band and conduction band will be very large, so it cannot exhibit conduction. ഇൻസുലേറ്ററുകളിൽ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയ്ക്കുള്ള എനർജി ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും. അതിനാൽ ഇവ ചാലകത കാണിക്കുന്നില്ല. There are two types of semiconductors, intrinsic semiconductors and extrinsic semiconductors. രണ്ട് തരം സെമി കണ്ടക്ടറുകൾ കാണപ്പെടുന്നു, അർദ്ധചാലകങ്ങൾ കാണപ്പെടുന്നു. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറുകളും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകളും. An intrinsic semiconductor is a semiconductor in its pure state. Electrical conductivity of semiconductors increase with the rise in temperature, since more electrons can jump to the conduction band. For example, 14 group elements like silicon, germanium, etc. ശുദ്ധ അവസ്ഥയിലുള്ള ഒരു സെമി കണ്ടക്ടറിനെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഇവയുടെ കണ്ടക്ടിവിറ്റി ഊഷ്മാവ് വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുന്നു. അതിന് കാരണം കൂടുതൽ ഇലക്ട്രോണുകൾക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണം സിലിക്കൺ, ജർമേനിയം തുടങ്ങി 14 ഗ്രൂപ്പ് മൂലകങ്ങൾ. The conductivity of intrinsic semiconductors can be increased by adding small amount of suitable impurities. This process is called doping, and the semiconductor thus obtained is called extrinsic semiconductor. Intrinsic semiconductorകളുടെ ചാലകത വർദ്ധിപ്പിക്കാൻ കുറഞ്ഞ അളവിൽ ഇമ്പ്യൂരിറ്റി അതിനോടൊപ്പം ചേർക്കുന്നു. ഈ പ്രക്രിയയെ ഡോപ്പിംഗ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടറുകളെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകൾ എന്ന് വിളിക്കുന്നു. There are two different kinds of extrinsic semiconductors, N-type and P-type. രണ്ട് തരം വ്യത്യസ്ത എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറുകൾ കാണപ്പെടുന്നു, N-typeും P-typeും. 14 group elements doped with 15 group elements which are electron rich will give N-type semiconductor because there is an extra electron or negative charge as shown in the figure. 14 ഗ്രൂപ്പ് മൂലകങ്ങളെ ഇലക്ട്രോണുകൾ കൂടുതലുള്ള 15 ഗ്രൂപ്പ് മൂലകങ്ങളുമായി ഡോപ്പ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറുകൾ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവയ്ക്ക് അധികമായി ഇലക്ട്രോണുകൾ കാണപ്പെടുന്നു. 14 ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഡോപ്ഡ് വിത്ത് 13 ഗ്രൂപ്പ് എലമെൻറ്റ്സ് വിൽ ഗീവ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. 14 ഗ്രൂപ്പ് മൂലകങ്ങളെ ഇലക്ട്രോണുകൾ കുറവുള്ള 13 ഗ്രൂപ്പ് മൂലകങ്ങളുമായി ഡോപ്പ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറുകൾ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവയ്ക്ക് ഇലക്ട്രോൺ കുറവ് കാണപ്പെടുന്നു. ആപ്ലിക്കേഷൻസ് ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടറുകളുടെ ഉപയോഗങ്ങൾ. Diode is a combination of N-type and P-type semiconductors and is used as rectifier. Transistors are made by sandwiching a layer of one type of semiconductor between two layers of the other type of semiconductor. NPN and PNP type of transistors are used to detect or amplify radio or audio signals. The solar cell is an efficient photodiode used for conversion of light energy into electrical energy. N-type, P-type സെമികണ്ടക്ടറുകൾ ചേർത്തുണ്ടാക്കുന്നതാണ് ഡയോഡ്. ഇത് ഒരു റെക്ടിഫയറായി ഉപയോഗിക്കുന്നു. ഒരു ടൈപ്പ് സെമി കണ്ടക്ടറിനെ മറ്റ് ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ 2 ലെയറുകൾക്കിടയിൽ ചേർത്ത് വെച്ച് ട്രാൻസിസ്റ്ററുകളെ ഉണ്ടാക്കുന്നു. ഇവ റേഡിയോ ഓഡിയോ സിഗ്നലുകളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനും അവയെ ആംപ്ലിഫൈ ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. സോളാർ സെല്ലുകൾ ഫോട്ടോ ഡയോഡിന് ഉദാഹരണങ്ങളാണ്. ഗ്രൂപ്പ് 13-15 ആൻഡ് ഗ്രൂപ്പ് 12-16 കോമ്പൗണ്ട്സ്. 13-15 ഗ്രൂപ്പ്, 12-16 ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയുക്തങ്ങൾ. എ ലാർജ് വെറൈറ്റി ഓഫ് സോളിഡ് സ്റ്റേറ്റ് മെറ്റീരിയൽസ് ഹാവ് ബീൻ പ്രിപ്പയർഡ് ബൈ കോമ്പിനേഷൻ ഓഫ് ഗ്രൂപ്പ് 13 ആൻഡ് 15 or group 12 and 16 to simulate average valence of 4 as in germanium or silicon. Typical compounds of group 13-15 are INSB, ALP and GAAS. GAAS have very fast response and have revolutionized the design of semiconductor devices. Examples of group 12-16 compounds are ZNS, CDS, CDSE and HGT. 13-15 ഗ്രൂപ്പിലെ മൂലകങ്ങളോ
12-16 ഗ്രൂപ്പിലെ മൂലകങ്ങളോ ചേർത്ത് ഉണ്ടാക്കുന്ന ചില സംയുക്തങ്ങൾ ആവറേജ് വാലൻസി 4 വരത്തക്ക വിധത്തിൽ ജർമേനിയം, സിലിക്കൺ തുടങ്ങിയ സെമി കണ്ടക്ടറുകളെ പോലെ പ്രവർത്തിക്കുന്നു. ഇവ സെമി കണ്ടക്ടറുകളുടെ ഉപയോഗത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് 13-15 കോമ്പൗണ്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് INSB, ALP, GAAS. ഗ്രൂപ്പ് 12-16 കോമ്പൗണ്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് ZNS, CDS, CDSE ആൻഡ് HGT. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡ്സ്. ട്രാൻസിഷൻ മെറ്റൽ ഓക്സൈഡുകളുടെ വൈദ്യുത സ്വഭാവങ്ങൾ. TiO, CrO2 and ReO3 behave like metals. ReO3 is like metallic copper in its conductivity and appearance. Oxides like VO, VO2, VO3 and TiO3 show metallic or insulating properties depending on the temperature. TiO, CrO2, ReO3 തുടങ്ങിയവയുടെ സ്വഭാവങ്ങൾ ലോഹങ്ങളുടേതുപോലെയാണ്. VO, VO2, VO3, TiO3 തുടങ്ങിയവ താപവ്യതിയാനമനുസരിച്ച് ചാലകങ്ങളായോ അർദ്ധചാലകങ്ങളായോ കുചാലകങ്ങളായോ പ്രവർത്തിക്കാം. നെക്സ്റ്റ് ഈസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഇനി നമുക്ക് ഖരവസ്തുക്കളുടെ കാന്തിക സ്വഭാവങ്ങളെപ്പറ്റി പഠിക്കാം. എവറി സബ്സ്റ്റൻസ് ഹാസ് സം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ദ ഒറിജിൻ ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ലൈസ് ഇൻ ഇലക്ട്രോൺസ്. Each electron in an atom behaves like a tiny magnet. Its magnetic moment originates from two types of motions: its orbital motion around the nucleus and its spin around its own axis. Magnitude of this magnetic moment is very small and is measured in the unit called Bohr magneton, which is equal to 9.27 into 10 raised to minus 24 ampere meter square. On the basis of magnetic properties, solids can be classified into 5 categories. എല്ലാ പദാർത്ഥങ്ങളോടും ചേർന്ന് കാന്തിക സ്വഭാവമുണ്ട്. ഇലക്ട്രോണുകളുടെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള കറക്കവും സ്വന്തം അച്ചുതണ്ടിലുള്ള ഭ്രമണവുമാണ് ഈ കാന്തിക സ്വഭാവത്തിന് കാരണം. ഈ കാന്തിക സ്വഭാവത്തെ അളക്കുന്നത് ബോർ മാഗ്നറ്റൺ എന്ന യൂണിറ്റിലാണ്. ഇത് 9.27 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 24 ആംപിയർ മീറ്റർ സ്ക്വയറിന് തുല്യമാണ്. കാന്തിക സ്വഭാവം അനുസരിച്ച് ഖരവസ്തുക്കളെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പാരാമാഗ്നറ്റിക്. They are weakly attracted by a magnetic field due to the presence of one or more unpaired electrons. They are weakly magnetized in a magnetic field in the same direction. They lose their magnetism in the absence of magnetic field. Example O2, Cu2+, Fe3+, Cr3+. ഒന്നാമത് പാരാമാഗ്നറ്റിക്. ഇവ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായി ചെറിയ ആകർഷണം കാണിക്കുന്നു. ഇതിന് കാരണം അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളതാണ്. ഇവ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നു. മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിയാൽ ഇവയുടെ മാഗ്നറ്റിസം നഷ്ടപ്പെടും. ഉദാഹരണം O2, Cu2+, Fe3+, Cr3+. സെക്കൻഡ് വൺ ഈസ് ഡയാമാഗ്നറ്റിക്. ദേ ആർ വീക്ക്ലി റിപ്പൾഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ് ബിക്കോസ് all the electrons are paired. They are weakly magnetized in a magnetic field in opposite direction. Pairing of electrons cancels their magnetic moments. Example H2O, NaCl, TiO2, Cu and C6H6. രണ്ടാമത് ഡയാമാഗ്നറ്റിക്. ഇവ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായി ചെറിയ രീതിയിൽ വികർഷിക്കുന്നു. ഇതിന് കാരണം ഇവയിലെ ഇലക്ട്രോണുകളെല്ലാം ജോഡിയായി കാണപ്പെടുന്നതാണ്. ഇവ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വിപരീത ദിശയിൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നു. ഇവയിലെ ഇലക്ട്രോണുകൾ ജോഡിയായി കാണപ്പെടുന്നത് കാരണം മാഗ്നറ്റിക് മൊമെൻറ്റുകൾ പരസ്പരം ക്യാൻസൽ ചെയ്യപ്പെടുകയും ഇവയ്ക്ക് നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആകുകയും ചെയ്യുന്നു. ഉദാഹരണം H2O, NaCl, TiO2, Cu ആൻഡ് C6H6. നെക്സ്റ്റ് വൺ ഈസ് ഫെറോമാഗ്നറ്റിക്. അടുത്തതായി ഫെറോമാഗ്നറ്റിക്. They are attracted very strongly by a magnetic field due to the orientation of all magnetic domains in the direction of the magnetic field, as shown in the figure. This ordering of domains persists even when the magnetic field is removed and it becomes a permanent magnet. Example iron, cobalt, nickel, gadolinium, chromium oxide, etc. അടുത്തതായി ഫെറോമാഗ്നറ്റിക്. ഇവ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നല്ല ആകർഷണം കാണിക്കുന്നു. ഇതിന് കാരണം എല്ലാ മാഗ്നറ്റിക് ഡൊമൈനുകളും ഒരേ ദിശയിൽ അലൈൻ ചെയ്യപ്പെടുന്നതാണ്. മാഗ്നറ്റിക് ഫീൽഡ് മാറ്റിയാലും ഇവയുടെ കാന്തിക സ്വഭാവം അതുപോലെ നിലനിൽക്കുന്നു. അതിനാൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ സ്ഥിരകാന്തം ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണം അയൺ, കൊബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം, ക്രോമിയം ഓക്സൈഡ് തുടങ്ങിയവ. നെക്സ്റ്റ് വൺ ഈസ് ആൻറ്റിഫെറോമാഗ്നറ്റിക്.
They are strongly repelled by a magnetic field due to the orientation of equal number of magnetic domains in parallel and anti-parallel directions, as shown in the figure. Their net magnetic moment will be zero. Example, oxides of manganese, FeO, COO, etc. അടുത്തത് ആൻറ്റിഫെറോ മാഗ്നറ്റിക്. ഇവ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായി നല്ലവണ്ണം വികർഷിക്കുന്നു. ഇതിന് കാരണം ഇവയിൽ തുല്യ എണ്ണം പാരലലും ആൻറ്റി പാരലലും മാഗ്നറ്റിക് ഡൊമൈൻസ് കാണപ്പെടുന്നതാണ്. ഇവയുടെ മാഗ്നറ്റിക് മൊമെൻ്റ് സീറോ ആയിരിക്കും. ഉദാഹരണം, മാംഗനീസിൻ്റെ ഓക്സൈഡുകൾ FeO, COO. Next one is ferrimagnetic. They are weakly attracted by a magnetic field due to the orientation of unequal number of magnetic domains in parallel and anti-parallel directions, as shown in the figure. On heating, they become paramagnetic. They have a net magnetic moment. അടുത്തത് ഫെറിമാഗ്നറ്റിക്. ഇവ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായി ചെറിയ ആകർഷണം കാണിക്കുന്നു. അതിന് കാരണം പാരലൽ ആൻറ്റി പാരലൽ മാഗ്നറ്റിക് ഡൊമൈനുകൾ വ്യത്യസ്ത എണ്ണത്തിൽ കാണപ്പെടുന്നതാണ്. ചൂടാക്കിയാൽ ഇവ പാരാമാഗ്നറ്റിക്കായി മാറുന്നു. ഇവയ്ക്ക് ഒരു നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായിരിക്കും. സം റിവിഷൻ ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ. ട്രൈ ടു ആൻസർ ദം. തുടർന്ന് ചില റിവിഷൻ ക്വസ്റ്റ്യനുകൾ നൽകിയിരിക്കുന്നു. അവയുടെ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക.